ഒറ്റ സംഖ്യകളുടെയും ഇരട്ട സംഖ്യകളുടെയും എണ്ണൽ സംഖ്യകളുടെയും എല്ലാം തുക കാണുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും തുക കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം xn സമം an പ്ലസ് b എന്ന രൂപത്തിലാണല്ലോ. ഇതിൽ n-ന് 1, 2, 3 എന്നിങ്ങനെ വിലകൾ നൽകിയാൽ അതത് സ്ഥാനങ്ങളിലെ പദങ്ങൾ ലഭിക്കുമല്ലോ. ഇവയെ മുകളിൽ നിന്ന് താഴെ വരെ കൂട്ടിയാൽ n പദങ്ങളുടെ തുക ലഭിക്കുമല്ലോ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn സമം a പ്ലസ് 2a പ്ലസ് 3a പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് b പ്ലസ് b പ്ലസ് b പ്ലസ് എക്സെട്ര പ്ലസ് b. ആകെ n പദങ്ങളാണുള്ളത്. എല്ലാ പദങ്ങളിലും b ഉണ്ട്. അതിനാൽ ബികളുടെ എണ്ണം n ആയിരിക്കുമല്ലോ. n തവണ b കൂട്ടിയാൽ കിട്ടുന്നത് n ഗുണിക്കണം b അഥവാ nb ആണല്ലോ. അതിനാൽ ഇതിനെ a ഗുണിക്കണം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n പ്ലസ് nb എന്നെഴുതാമല്ലോ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക അര n ഗുണിക്കണം n പ്ലസ് 1 ആയതിനാൽ ഇത് a ഗുണിക്കണം 1/2 ഗുണിക്കണം n ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആണല്ലോ. 1/2 ആദ്യം എഴുതിയാൽ ഇത് അര an ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആവുമല്ലോ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം an പ്ലസ് b ആണെങ്കിൽ അതിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക അര an ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആയിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. 1, 4, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക എത്ര? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn സമം 3n-2 ആണല്ലോ. ബീജഗണിത രൂപം xn സമം an പ്ലസ് b ആയാൽ തുക അര an ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആണെന്ന് നമുക്കറിയാം. അതിനാൽ ഈ സമാന്തര ശ്രേണിയുടെ 100 പദങ്ങളുടെ തുക 1/2 ഗുണിക്കണം 3 ഗുണിക്കണം 100 ഗുണിക്കണം 101 മൈനസ് 2 ഗുണിക്കണം 100 ആണല്ലോ. ഗുണിച്ചാൽ 15,150 മൈനസ് 200 അഥവാ 14,950 എന്ന് കിട്ടുമല്ലോ. ബീജഗണിത രൂപം xn സമം an പ്ലസ് b ആയ സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം അര an ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആണല്ലോ. ഈ രണ്ട് പദങ്ങളിലും n ഉണ്ടല്ലോ. അതിനാൽ 1/2 n-നെ പൊതുവായി എടുത്ത് ഇതിനെ അര n ഗുണിക്കണം a ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് 2b എന്ന് എഴുതാമല്ലോ. ഇത് ഗുണിച്ച് ഇതിനെ അര n ഗുണിക്കണം an പ്ലസ് a പ്ലസ് 2b എന്ന് എഴുതാമല്ലോ. 2b എന്നത് b പ്ലസ് b ആയതിനാൽ ഇതിനെ അര n ഗുണിക്കണം an പ്ലസ് b പ്ലസ് a പ്ലസ് b എന്ന് മാറ്റി എഴുതാമല്ലോ. ഇത് സമാന്തര ശ്രേണിയുടെ n-ാം പദവും ഇത് ആദ്യ പദവുമാണല്ലോ. അതിനാൽ ഇതിനെ അര n ഗുണിക്കണം xn പ്ലസ് x1 എന്ന് എഴുതാമല്ലോ. അതായത് x1, x2, x3 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക അര n ഗുണിക്കണം x1 പ്ലസ് xn ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങളുടെ തുക ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചതിന്റെ പകുതിയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം അര an ഗുണിക്കണം n പ്ലസ് 1 പ്ലസ് nb ആണെന്ന് കണ്ടല്ലോ. ഗുണിച്ചാൽ ഇതിനെ അര an² പ്ലസ് അര an പ്ലസ് nb എന്ന് എഴുതാമല്ലോ. ഈ രണ്ട് പദങ്ങളിലും n ഉണ്ടല്ലോ. അത് പൊതുവായി എടുത്ത് ഇതിനെ അര an² പ്ലസ് അര a പ്ലസ് b ഗുണിക്കണം n എന്ന് എഴുതാമല്ലോ. അര a സമം p എന്നും അര a പ്ലസ് b സമം q എന്നും കരുതിയാൽ ഇതിനെ pn² പ്ലസ് qn എന്ന് എഴുതാമല്ലോ. എയും ബിയും സംഖ്യകളായതിനാൽ അര എയും അര a പ്ലസ് ബിയും അഥവാ പിയും ക്യൂവും സംഖ്യകളായിരിക്കുമല്ലോ. അതായത് ഏത് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം pn² പ്ലസ് qn എന്നാണ്. ഇതിൽ
പി, ക്യു ഇവ നിശ്ചിത സംഖ്യകളാണ്.